ഹലോ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ഭാഗത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അപ്പോൾ ഇ റൈസ് ടു വൈ ഈസ് ഈക്വൽ ടു എക്സ് ദെൻ ഷോ ദാറ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇ റൈസ് ടു വൈ ഈസ് ഈക്വൽ ടു എക്സ്, രണ്ട് ഭാഗത്തും എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഇ റൈസ് ടു വൈ തന്നെ ഒരു വൈ ഡാഷ് ഉണ്ടാവും, എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇ റൈസ് ടു വൈ അവിടെ നിർത്തുക, ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇ റൈസ് ടു വൈ എക്സ്പൊണൻഷ്യൽ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇ റൈസ് ടു വൈ ഇവിടെ കോമൺ ആണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ എടുത്ത് നോക്കാം. കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഒരു ഡി വൈ ബൈ ഡി എക്സും ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്കൊന്നിവിടെ എഴുതാം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ കോമൺ എടുത്തപ്പോൾ ഇതെന്താണ്, ഇവിടെ രണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഉള്ളതുകൊണ്ട് ഹോൾ സ്ക്വയർ ആയി. ഇ റൈസ് ടു വൈ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്നായി. ഓക്കെ, അപ്പോൾ ഇ റൈസ് ടു വൈ രണ്ടിലും കോമൺ ഉള്ളതുകൊണ്ട് നമുക്ക് കോമൺ എടുക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. ഈ 1 ഇവിടെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 1ൻ്റെ 0 ആണ്, അതാണ് 0 എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ആട്ടോ, ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ബൈ ഇ റൈസ് ടു വൈ. ഈ ഇ റൈസ് ടു വൈ എക്സ്പൊണൻഷ്യൽ ഇങ്ങോട്ട് പോകുമ്പം ബൈ ഇ റൈസ് ടു വൈ ആവും. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.